കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായി നിഷ്പക്ഷമായി പറഞ്ഞാൽ അത് CPM ആണ്. സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി ഇൻ കേരള. ഭരണപക്ഷത്തായിരിക്കുമ്പോഴും പ്രതിപക്ഷത്തായിരിക്കുമ്പോഴും അണികളുടെ എണ്ണം കൊണ്ടും കേഡർ സ്വഭാവം കൊണ്ടും ഏറ്റവും അധികം ഇൻഡിവിജ്വൽസ് അംഗങ്ങളായ പാർട്ടി എന്ന നിലയിൽ ഒരുപക്ഷെ CPM-നായിരിക്കും ഒരു മേൽക്കൈ, മറ്റ് BJP-യെക്കാളും കോൺഗ്രസിനേക്കാളും ഒരു മേൽക്കൈ. പക്ഷെ പലപ്പോഴും ജനഹൃദയങ്ങളിൽ കേഡറല്ലാത്ത പാർട്ടി അംഗങ്ങളല്ലാത്ത ആളുകളുടെ വോട്ട് നേടി ജനമനസ്സുകളിൽ അംഗീകാരം ലഭിക്കാൻ പലപ്പോഴും CPM-ന് കഴിയാറില്ല. പറഞ്ഞു വരുന്നത് 2024 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രത്തിൽ നിന്നും CPM-നുണ്ടായ അതിഭീകരമായ തകർച്ച, അതിനുള്ള കാരണങ്ങൾ കണ്ടെത്താനുള്ള എളിയ ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. കനൽ ഒരു തരി ഉണ്ടായി. അത് ആലപ്പുഴയിലെ കനൽ കുറച്ചുകൂടി മാറി എന്ന് മാത്രമേ ഉള്ളൂ. ആലത്തൂരിലേക്ക് ആ കനൽ മാറി. കെ രാധാകൃഷ്ണൻ 20,000-ൽ പരം ന്യായമായ ഒരു ചെറിയ ഭൂരിപക്ഷം 20,000-ൽ പരം വോട്ടിന് വിജയിച്ചു. അങ്ങനെ LDF-ന് സർവത്ര പരാജയം എന്ന പേരുദോഷം ഒഴിവായി കിട്ടി. പക്ഷേ LDF-ന്റെ ജനറലായും CPM-ന് പ്രത്യേകമായും പിണറായി വിജയൻ എന്ന വ്യക്തിക്ക് പ്രത്യേകമായും കണ്ണ് തുറപ്പിക്കേണ്ട ഒരുപാട് സൂചനകൾ ഈ ജനവിധിയിലുണ്ട്. അതിൽ പ്രധാന കാര്യം എന്ന് പറയുന്നത് CPM-ന്റെ വോട്ടുകൾ പൂർണ്ണമായി സ്വാംശീകരിച്ച് പെട്ടിയിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ചില മണ്ഡലങ്ങളിലെങ്കിലും, ആറ്റിങ്ങൽ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വളരെ ഗംഭീരമായ പ്രകടനമാണ് CPM പ്രചരണ രംഗത്ത് കാഴ്ചവെച്ചത്. ജില്ലാ സെക്രട്ടറി വി ജോയിയെ മത്സരിപ്പിച്ചുകൊണ്ട് ഈവൻ തിരുവനന്തപുരം മണ്ഡലത്തിലെ CPI സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന് വേണ്ടി പ്രവർത്തിക്കാനുള്ള പ്രവർത്തകർ പോലും വലിയ തോതിൽ ആറ്റിങ്ങലിലേക്ക് ഒഴുകുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടതാണ്. പക്ഷെ അതൊക്കെ വോട്ടാക്കി കുറെയൊക്കെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്. ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. കേവലം 674 വോട്ടിനാണ് അടൂർ പ്രകാശ് അവിടെ ജയിച്ചു വന്നത്. അപ്പം വെയ്ഫർ തിൻ മാർജിൻ. അപ്പൊ ഒരുപക്ഷെ LDF-നെ സംബന്ധിച്ചിടത്തോളം ആശ്വസിക്കാം, ഒരു വിജയത്തോളം ചേർന്ന ഒരു പരാജയം എന്ന രീതിയിൽ ആറ്റിങ്ങലിലെ ഫലമെടുക്കാം. പക്ഷേ LDF-ന്റെ ഉരുക്കു കോട്ടകളിൽ എന്താണ് സംഭവിച്ചത്? മലബാർ മേഖല, കാസർഗോഡ്, കണ്ണൂർ, അതുപോലെ കോഴിക്കോട്, വടകര മേഖലകൾ, പാലക്കാട്, ഇതൊക്കെ ചുവന്ന കോട്ടകളായിട്ടാണ് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത്. അവിടെയെല്ലാം UDF സ്ഥാനാർത്ഥികൾ, രാജ്മോഹൻ ഉണ്ണിത്താൻ 1,00,000-ൽ പരം വോട്ടിനാണ് വിജയിച്ചു വന്നത്. MK രാഘവൻ 1,50,000-ൽ പരം വോട്ടിനാണ് കോഴിക്കോട് ജയിച്ചു വന്നത്. വടകരയിൽ ഷാഫി പറമ്പലിന്റെ ഭൂരിപക്ഷം 1,16,000-ൽ പരം വോട്ടാണ്. അതുപോലെ പാലക്കാട് VK ശ്രീകണ്ഠൻ 75,000-ഓളം വോട്ടിനെ വിജയിച്ചു വന്നു എന്ന് പറയുമ്പോൾ ചുവന്ന വിപ്ലവ മണ്ണിന് എന്തു പറ്റി? അപ്പൊ തങ്ങളുടെ കേഡർ ബേസിനെ, കേഡർ ഭൂരിപക്ഷം വോട്ട് ചെയ്ത് കാണും. കേഡർ സ്വഭാവത്തിലുള്ള ഒരു പാർട്ടിക്ക് തങ്ങളുടെ പിന്തുണക്കാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ സാധിക്കാതെ പോയത് എന്താണ്? ഒരു മടുപ്പുണ്ടല്ലേ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഇവിടെ പോളിംഗ് സമയത്ത് പോളിംഗ് കുറഞ്ഞത്, അതിനെക്കുറിച്ച് നമ്മൾ ഇവിടെ വിശകലനം ചെയ്തതാണ് പല ആവർത്തി. പോളിംഗ് കുറഞ്ഞതിന്റെ പ്രയോജനം സ്വാഭാവികമായി ലഭിക്കേണ്ടത് കേഡർ സംവിധാനമുള്ള പാർട്ടികൾക്കാണ്. അങ്ങനെയാകുമ്പോൾ അത് BJP-ക്കും CPM-നുമാണ് ലഭിക്കേണ്ടത്. കാരണം കേഡറുകളുടെ വോട്ട് ഉറപ്പായി വീണിരിക്കും. മരവിപ്പിക്കപ്പെടുന്ന വോട്ടുകൾ പലതും UDF വോട്ടുകളാണ് എന്ന പരമ്പരാഗതമായ ധാരണ, ആ ധാരണ തിരുത്തി കുറിക്കുന്നു എന്ന സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത്. കാരണം ഒരുപക്ഷെ സംസ്ഥാന ഭരണം ദീർഘകാലമായി 5-3-8 വർഷമായി തുടരുന്ന ഒരേ ഒരു മുഖം, ശ്രീ പിണറായി വിജയന്റെ മുഖം, ഈ ഭരണവിരുദ്ധത, ആന്റി ഇൻകംബൻസി എന്ന് പറയും. സ്വാഭാവികമായി 8 വർഷം കൂടുമ്പോൾ, അല്ലെ 8-10 വർഷം അടുപ്പിച്ചൊരു കസേരയിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭരണവിരുദ്ധത, അത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളും അടിപിടികളും എല്ലാമാകാം. മറ്റ് അഴിമതി കഥകൾ, കരിമണ്ണൂർ ബാങ്ക്, കരിമണൽ വിവാദം, കരിമണൽ കടത്തായുമായി ബന്ധപ്പെട്ട വിവാദം, കരിവള്ളൂർ ബാങ്ക് എന്ന് വേണ്ട, തൊടുന്നതും സ്വർണ്ണക്കടത്ത്, തൊടുന്നതെല്ലാം തന്നെ പൊന്നാകുന്ന ഒരു കാഴ്ചയാണ് പ്രതിപക്ഷത്തിന്. പ്രതിപക്ഷം ഏറ്റുപിടിക്കുന്ന വിഷയങ്ങളൊക്കെ പ്രയോജനപ്പെടുന്നുണ്ട്. അതുതന്നെയാണ് ബാർക്കോഴ വിഷയം ഉൾപ്പെടെ അന്നത്തെ പ്രതിപക്ഷമായിരുന്ന CPM ഏറ്റുപിടിച്ചത്. അവർക്ക് ഗുണം വരാം. ഇപ്പോഴത്തെ പ്രതിപക്ഷം ഏറ്റുപിടിക്കുന്ന വിഷയം അതെല്ലാം തന്നെ CPM-ന് ദുഷ്കരമാകുന്ന ഒരു കാഴ്ച കാണുന്നു. ഇതിനെല്ലാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അല്ലെങ്കിൽ നേരിട്ടല്ല എങ്കിൽ പോലും അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്ന് മുഖ്യമന്ത്രിക്കും പലപ്പോഴും മാറി നിൽക്കാൻ കഴിയാതെ പോകുന്നു എന്ന ഒരു അവസ്ഥയുമുണ്ട്. അതുകൊണ്ട്
അതിനെ പരിഹാരം എന്ന നിലയിൽ ഉഗ്രമായ പരിഹാരമാണ്. ഞാൻ CPM അഭിനന്ദിക്കുന്നു. കാരണം CPM സ്ഥാനാർത്ഥി നിർണയം വളരെ ഗംഭീരമായി നടത്തി. താഴെ നിന്നുള്ള സ്ഥാനാർത്ഥികൾ നോക്കൂ. CPM അല്ല LDF പന്നിൻ രവീന്ദ്രൻ, നല്ലൊരു മനുഷ്യൻ, തിരുവനന്തപുരത്തെ നിർത്താൻ കൊള്ളാവുന്ന ഏറ്റവും നല്ല LDF മുഖം. ബെനറ്റ് എബ്രഹാമിനെ നിർത്തിയതുപോലെ അല്ല, ഏറ്റവും നല്ല മുഖം. പക്ഷെ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ആ ജില്ലാ സെക്രട്ടറി ആയിരുന്ന വി ജോയി ആറ്റിങ്ങൽ മത്സരിപ്പിക്കുന്നു. അതിനേക്കാൾ നല്ലൊരു സ്ഥാനാർത്ഥി ഇവിടെ കൊടുക്കാനില്ല. നല്ല തെരഞ്ഞെടുപ്പ്, അതിന് കുറ്റമില്ല. കൊല്ലത്തൊരു പരീക്ഷണം വന്ന നിലയിൽ സിനിമാ താരത്തെ ഇറക്കി. അതൊരു പക്ഷേ മിസ്ഫയർ ചെയ്തിട്ടുണ്ട് മുകേഷിനെ അവിടെ ഫീൽഡ് ചെയ്തതിൽ. ആലപ്പുഴയിൽ മത്സരിക്കാൻ നിലവിലുള്ള സ്ഥാനാർത്ഥി തന്നെ മുന്നോട്ട് വന്നു. പക്ഷെ അവിടെ സ്വാഭാവികമായി KC വേണുഗോപാൽ വരുമ്പോൾ ആലപ്പുഴയുടെ ചിത്രം അവിടെ മുൻകൂട്ടി തന്നെ ആരിഫിന് സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്നില്ല എന്നതാണ് സത്യം. ആലപ്പുഴയും വിപ്ലവമാണെന്ന് ഓർക്കണം. അവിടെ വയലാറിലെയും ഒക്കെ രക്തസാക്ഷികളെ ഒക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇതൊക്കെ വിപ്ലവ മണ്ണിലൊക്കെ ഇടതുപക്ഷത്തിന് കാലിടറുന്ന ഒരു കാഴ്ച. അതുപോലെ മിക്ക മണ്ഡലങ്ങളിൽ, അതുപോലെ പത്തനംതിട്ടയിൽ സാക്ഷാൽ മുൻ ധനകാര്യമന്ത്രി, സാമ്പത്തിക വിശാരദൻ, ബുദ്ധിജീവി തോമസ് ഐസക്കിനെ നിർത്തിയിരിക്കുന്നു. നല്ല സ്ഥാനാർത്ഥിയല്ലേ? അപ്പൊ സ്ഥാനാർത്ഥികളുടെ മികവ് ഒരു വലിയ വിഷയമാണ്. വടകരയിൽ അവിടെ മട്ടന്നൂരിൽ നിന്നും ശൈലജ ടീച്ചറിനെ കൊണ്ടുവന്ന 60,000-ൽ പരം വോട്ടിനെ നിയമസഭയിൽ വിജയിച്ചു വന്ന വീരാംഗനയായ ശൈലജ ടീച്ചറിനെ നിർത്തി ആരങ്ങ് കൊഴിപ്പിക്കുകയാണ് വടകരയിൽ. വടകര പിടിക്കാൻ വേണ്ടിയാണ് മുരളീധരൻ ആകുമല്ലോ മത്സരിക്കുന്നത് എന്നാണല്ലോ വിചാരിച്ചത്. മുരളീധരൻ ആകസ്മികമായി തൃശ്ശൂരേക്ക് വന്നു, അത് മറ്റൊരു കാര്യം. പക്ഷേ വടകര ജയിക്കാൻ തന്നെയാണ് ശൈലജ ടീച്ചറിനെ നിർത്തിയത്. പക്ഷേ ജയിക്കാനാണോ അതോ ജയിപ്പിച്ച് ഡൽഹിക്ക് വിട്ട് ഒഴിവാക്കാനാണോ എന്ന ഒരു ചോദ്യം പലരും ചോദിച്ചു. മൂലവെച്ച ചോദ്യമാണ്. അത് മാത്രമല്ല, ഇനി തോറ്റു കഴിഞ്ഞാൽ ശൈലജ ടീച്ചറിന്റെ പ്രഭാവം അങ്ങ് പോകുമല്ലോ. അപ്പൊ ശൈലജ ടീച്ചർ ജയിച്ചാലും തോറ്റാലും ഒരു പക്ഷേ മറഞ്ഞിരിക്കുന്ന ചിലർക്ക് അതൊരു അനുഗ്രഹമാണ്. ഉർവശി ശാപം ഉപകാരമാകുന്നു. ഇപ്പോഴത് ഉപകാരമായോ എന്ന ചോദ്യവും ഇവിടെ രാഷ്ട്രീയ മേഖലകളിലെ വിശകലന വിശാരദന്മാരുടെ മനസ്സിൽ ഇങ്ങനെ അലയടിച്ചു. എന്താണ് ആ ഒരു അവതാര ദൗത്യം എന്തായിരുന്നു? അത് ശൈലജ ടീച്ചർക്ക് പോലും ഒരുപക്ഷെ മനസ്സിലായി കാണില്ല. താൻ എന്തിന് വടകരയിൽ വന്നു നിന്നു? നല്ല പോരാട്ടം കാഴ്ചവെക്കാൻ പോലും കഴിഞ്ഞില്ല എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കാരണം നല്ല പോരാട്ടം കാഴ്ചവെച്ചു, പക്ഷെ കണക്കുകളിൽ ഫലമാണല്ലോ ആത്യന്തികം. 1,16,000 വോട്ടിന് ഷാഫി പറമ്പിൽ ശൈലജ ടീച്ചറിനെ തോപ്പിക്കുമ്പോൾ എവിടെ നിൽക്കുന്നു പാർട്ടി? എവിടെ നിൽക്കുന്നു ശൈലജ ടീച്ചർ? വ്യക്തിപരമായും പാർട്ടിക്കുമുണ്ടായ ഭീമമായ ഒരു കോട്ടം, അത് RMP ഇഫക്ട് എന്ന് പറയാം. TP ചന്ദ്രശേഖരൻ ആത്മാവ് ചിരിക്കുന്നുണ്ടാവും ഒരുപക്ഷെ. KK രമ ഉൾപ്പെടെയുള്ള ആളുകൾ കൈമേയി മറന്ന് കോൺഗ്രസുമായി സഹകരിച്ച് ഷാഫി പറമ്പിൽ എന്ന വ്യക്തിയുടെ ഒരു വിജയം കൂടിയാണ്. കാരണം അദ്ദേഹം അല്ലായിരുന്നു വടകരയിൽ മത്സരിച്ചതെങ്കിൽ ഒരു പക്ഷേ സ്ഥിതിഗതികൾക്ക് മാറ്റം ഉണ്ടാകുമായിരുന്നു. ഒരുപക്ഷെ ശ്രീ K മുരളീധരൻ തന്നെ മത്സരിച്ചെങ്കിലും ജയിക്കുമായിരുന്നിരിക്കാം. പക്ഷേ ഇത്രയും വലിയ ഭൂരിപക്ഷം ഒരിക്കലും ലഭിക്കില്ലായിരുന്നു എന്നാണ് എന്റെ ഒരു ചിന്ത. അപ്പോൾ എന്താണ് CPM സംഭവിച്ചത്? ഇതാണ് ചോദ്യം. എന്നാൽ CPM നിർത്തിയ ഒരു ചോയ്സ് വളരെ നന്നായി. പാലക്കാട് ചോയ്സ് ഒരുപക്ഷെ വിജയരാഘവന് ഒരു കാര്യമായ ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ആലത്തൂരിൽ രമ്യ ഹരിദാസ് കഴിഞ്ഞ പ്രാവശ്യം പാട്ടും പാടി അങ്ങ് ജയിച്ചു 1,58,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. പക്ഷെ ആ പാട്ട് ഒരിക്കലൊക്കെ യേശും. പക്ഷേ തുടർച്ചയായി യേശണമെങ്കിൽ പ്രതിച്ഛായുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോൾ ഇടതുപക്ഷത്തിന്റെ കോർ വോട്ട് അതുപോലെ സമാഹരിച്ചു ആലത്തൂരിൽ. അതാണ് K രാധാകൃഷ്ണൻ. ഒരു മന്ത്രിയെ തന്നെയാണ് സാധാരണ ഒരു തെരഞ്ഞെടുപ്പിൽ, ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു മന്ത്രിയെ രംഗത്തിറങ്ങി കളിക്കേണ്ട കാര്യമൊന്നുമില്ല. KK ശൈലജ എന്ന MLA രംഗത്തിറക്കി, വി ജോയ് എന്ന MLA രംഗത്തിറക്കി. രണ്ടുപേർക്കും പരാജയപ്പെട്ടു. അവർക്ക് തിരിച്ച് നിയമസഭയിലേക്ക് തന്നെ പോകാം. പക്ഷേ ഒരു മന്ത്രിസ്ഥാനത്തിരുന്ന ആളെ K രാധാകൃഷ്ണൻ, അദ്ദേഹം കറ കളഞ്ഞ വ്യക്തിത്വമുള്ള സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രതീകമാണ് K രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന് ലഭിച്ച വ്യക്തിപരമായ വോട്ട് കൂടിയാണ്. ശ്രീ സുരേഷ് ഗോപിക്ക് ലഭിച്ച വ്യക്തിപരമായ വോട്ടുകൾ എന്ന് പറയുന്നത് പോലെ, തൃശ്ശൂർ BJPക്ക് ഉപരിയായി ലഭിച്ച വോട്ടുകൾ എന്ന് പറയുന്നത് പോലെ, CPM ഉപരിയായി സ്ഥാനാർത്ഥിയുടെ മികവ് കൂടിക്കൊണ്ട് വിജയിച്ചു വന്ന K രാധാകൃഷ്ണൻ. അതുകൊണ്ട് CPM അഭിനന്ദിക്കുന്നു. ഒരു കനൽ, ഒരു തരി, ആ തരിയെങ്കിലും ഉണ്ടല്ലോ എന്നതുകൊണ്ട് CPM ഭാഗികമായി സന്തോഷിക്കാം. തൽസ്ഥിതി തുടർന്നു. UDF ഏറെ സന്തോഷിക്കാം. തങ്ങളുടെ 18 സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു. ഇവിടെ ഏറ്റവും കൂടുതൽ ആത്മവിചിന്തനം നടത്തേണ്ട പാർട്ടി CPM ആണ്, മുന്നണി LDF ആണ്. എന്തുകൊണ്ട് തോറ്റു എന്ന് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യം, അതിന് പരിഹാരം കണ്ടതുകൊണ്ട് കൂടി ആകണമല്ലോ കഴിഞ്ഞ പ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം ജയിച്ചു വന്നത്. കിറ്റ് കൊടുത്ത് ജയിച്ചു വന്നു എന്ന് ആരോപിക്കുമ്പോഴും ജയം തന്നെയാണ്. പക്ഷെ ഇപ്പോഴത്തെ തോൽവി ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല
എന്ന് പറയുമ്പോൾ ഇടത് നാമാവിശേഷമാവുക. നോക്കൂ, തമിഴ്നാട്ടിൽ 2 സീറ്റുകൾ CPM ജയിച്ചു. അത് കോൺഗ്രസിന്റെയും DMK-യുടെയും അവിടുത്തെ ഇന്ത്യ മുന്നണിയുടെയും ദയാദാക്ഷിണ്യം കൊണ്ടാണ്, സ്വന്തം വോട്ട് ബലം കൊണ്ടല്ല. അതുപോലെ കോൺഗ്രസിന്റെ കൂടി വളരെ കലവറയില്ലാത്ത പിന്തുണയോടുകൂടി രാജസ്ഥാനിലെ സിക്കർ സീറ്റിൽ മത്സരിച്ച് ജയിച്ചു CPM. അങ്ങനെ കേരളത്തിൽ നിന്ന് 1 സീറ്റ്, തമിഴ്നാട്ടിൽ നിന്നും 2 സീറ്റ്, രാജസ്ഥാനിൽ നിന്ന് 1 സീറ്റ്, അങ്ങനെ 4 സീറ്റുമായി തൽക്കാലം ദേശീയ കക്ഷി പദവി CPM നിലനിർത്തുന്ന കാഴ്ചയാണ് കണ്ടത്. അതിന് കോൺഗ്രസ് പാർട്ടിയോടുകൂടി CPM ഏറെ കടപ്പെട്ടിരിക്കുന്നു. അപ്പൊ BJP വിരുദ്ധ പോരാട്ടത്തിൽ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടതിന്റെ ആവശ്യകത കൂടിയാണ് ഇവിടെ വരുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് CPM-ന്റെ അണികളിൽ കൊഴിഞ്ഞുപോക്കുണ്ടായാൽ അതിന്റെ ഒരു ഭാഗം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് പോലും പോകാനുള്ള സാധ്യത ഇന്നത്തെ നിലയിൽ തള്ളിക്കളയാനാവില്ല. കാരണം BJP-ക്കുണ്ടായ വോട്ട് വളർച്ച, ഒരു 2 പതിറ്റാണ്ട് മുമ്പ് കേരളം 5%, കേവലം 5% മാത്രം ശരാശരി വോട്ടുണ്ടായിരുന്ന BJP-ക്ക് ഇന്ന് ഏതാണ്ട് 20% ശരാശരിയാണ്. സുരേഷ് ഗോപിയൊക്കെ 39% വോട്ട് നേടിയാണ് ജയിച്ചത്. പക്ഷേ 20%-ത്തിലേക്ക് ശരാശരി വോട്ട് വിഹിതം BJP-ക്ക് കൂടുന്ന കാഴ്ച. ഇവിടെ അങ്കലാപ്പിലാകുന്നത് കോൺഗ്രസ് പാർട്ടി മാത്രമല്ല എന്നോർക്കണം. LDF-ന്റെ, പ്രത്യേകിച്ച് CPM-ന്റെ ഉൾപ്പെടെ പ്രവർത്തകരും അണികളും പിന്തുണക്കാരും പരമ്പരാഗത പിന്തുണക്കാരും BJP-യിലേക്ക് കൂടി തിരിയുന്നു എന്ന ഏർലി സൂചന കൂടി ഇവിടെ കാണാം. BJP-യുടെ 11 മണ്ഡലങ്ങളിലാണ്, നിയമസഭാ സെഗ്മെന്റുകളിലാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരിധിയിൽ വരുന്ന 11 നിയമസഭാ സെഗ്മെന്റുകളിൽ BJP ആണ് മുന്നിട്ട് നിന്നത്. കേവലം 19 സെഗ്മെന്റുകളിൽ മാത്രമാണ് CPM-നും അല്ലെങ്കിൽ LDF-നും മേൽക്കൈ ഉണ്ടായിരുന്നത്. അപ്പൊ BJP-ക്കും CPM-നും തമ്മിൽ അത്രമാത്രം വ്യത്യാസമേ ഉള്ളൂ. ഇതൊരു വലിയ ചോദ്യമാണ്. അപ്പൊ നമ്പേഴ്സ്, ഇതൊരു നിഗമനങ്ങളും നിരീക്ഷണങ്ങളൊന്നുമല്ല, ഇത് നമ്പേഴ്സ് വെച്ചുള്ള ഹൃദയത്തോടായ CPM-ന്റെ സപ്പോർട്ടേഴ്സിനോടുള്ള, അല്ലെങ്കിൽ ആ CPM രാഷ്ട്രീയത്തെ കൗതുകത്തോടെ വാച്ച് ചെയ്യുന്നവരോടുള്ള ഒരു ന്യായമായ ചോദ്യം കൂടിയാണ്. അപ്പൊ ഇതിനൊക്കെയുള്ള വിശകലനങ്ങളും നിരീക്ഷണങ്ങളും വിശകലനങ്ങളും എല്ലാം CPM-ന്റെ പഠന ക്ലാസ്സുകളിൽ ഉണ്ടാകും. ഇനിയുള്ള ദിവസങ്ങൾ അതിൻ്റെതായിരിക്കും. പൊതുസമൂഹം ഏറെ കാത്തു നിൽക്കുന്നത് CPM-ന് എന്ത് സംഭവിക്കും എന്നതാണ്. കാത്തിരിക്കാം.